ഈ കാത്തിരിപ്പിന് കൂടുതലും പ്രത്യാശയിലും വിശ്വാസത്തിലും വർദ്ധിച്ചു വരുന്ന സഭ ചിലപ്പോഴൊക്കെ മടുത്തു പോകുന്നു. ഈ കാത്തിരിപ്പ് നീണ്ട് 2040 അന്ന് സഭ കാണും. സഭ ഉണ്ടെങ്കിൽ എന്തായാലും സംഭവിക്കുക നമുക്കൊന്ന് കണ്ടു നോക്കും. തികച്ചും അവരിൽ കൂടിയ ഈ ഒരു കഥ സ്കീപ്പിലൂടെ അവതരിപ്പിക്കുകയാണ് ഇവിടെ. ഇത് 2004 ഒരു മലയാളസഭ ആരാധന ദിവസത്തിലെ ഒരു കാഴ്ച. വിശ്വാസികളുടെ തീരുമാനം മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം സഭ ചുരുങ്ങിയെന്ന് പറഞ്ഞാൽ ഒട്ടും പരിശോധനയില്ല. ഈ കാണുന്ന സേവ്യർ സഹോദരൻ അത് നന്നായി ചെയ്തു. സ്ഥാനമാനം സേവ് ചെയ്യാൻ സഹായിച്ചു വരുന്ന ഈ സേവ്യർ സഹോദരൻ രക്ഷിതാവിന്റെ സ്വന്തം ഹൃദയത്തിൽ ഒരു സ്ഥാനം കൊടുക്കാൻ മറന്നു. ഇദ്ദേഹത്തിന് എല്ലാത്തിനും സംശയമാണ്. അതിന് സമയത്തിൽ നിന്ന് പിന്മാറിപ്പോയ ഈ സഹോദരൻ സഭയിൽ തല കാണിക്കുന്നുണ്ടെങ്കിൽ വചനത്തോട് പ്രവർത്തിക്കുന്നത് ഒരു പുച്ഛഭാവമാണ്. എവിടെയും ഒരു വീട്ടിൽ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഈ സഹോദരൻ ലഹരിയുടെ ചക്രക്കുഴിയിൽ അകപ്പെട്ടു പോയ യുവതലമുറയെ പ്രതിദാനം ചെയ്യുന്നു. ഇദ്ദേഹം ഒരു ആഹാരപ്രിയനാണ്. സ്വന്തമായി 2 ബിസിനസ്സുള്ള സ്ഥലങ്ങൾ ആത്മീയ ആഹാരം ഭക്ഷിക്കാൻ മാത്രം വാദമാണ്. സഭയിലെ യൂത്ത് സെക്രട്ടറിയായ സ്റ്റീഫൻ സഭയെ വർഷിപ്പിക്കുന്നതാണ്. ആത്മാർത്ഥമായ ദൈവത്തിനെ നിലകൊള്ളുന്ന ഇദ്ദേഹം നാസയിൽ ചീഫ് ടെക്നോളജി ഓഫീസർ ആയി ജോലി ചെയ്തു. അവയുടെ അടിമയായിരിക്കുന്ന ഈ കക്ഷി സഭയിൽ ഓൺലൈനിലെങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോഴും ഓൺലൈനിലാണ്.
സ്റ്റീഫനെ നമ്മുടെ സഭയുടെ അവസ്ഥയൊക്കെ ഓർക്കപ്പെടുന്ന ഒരു വേദന, ആ ഒരു ആത്മസംഘർഷം, അത് എന്ത് ചെയ്യാനാണ്? വിശ്വാസികൾ പേര് മാത്രമേ ഉള്ളൂ, എന്നാൽ വിശ്വാസത്തിൽ അവർ നിർജീവ അവസ്ഥയാണ്. അതൊക്കെ ഓർക്കപ്പെടുന്ന പ്രശ്നമാണ്. എന്നാലും മോനെ, ആദിമസഭ എന്ത് കഷ്ടങ്ങളും വിഷമങ്ങളും ഒക്കെ സഹിച്ച് വളർത്തിയെടുത്ത ഈ വിശ്വാസം ഇന്ന് കാത്തു പാലിക്കാൻ നമ്മുടെ സഭയ്ക്ക് കഴിയുന്നില്ലല്ലോ. അതിനൊക്കെ എനിക്ക് വിഷമമുണ്ട്. സ്വതന്ത്രമൊക്കെ എന്ത് ഭേദമായിരിക്കും. അതേപോലെ നമ്മുടെ സഭയ്ക്ക് ഒരു മാറ്റം ആവശ്യമാണ്. കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്ക് അങ്ങനെയൊന്ന് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് തന്നെ നേരിട്ട് വന്ന് ഇതിനോട് സംസാരിച്ചാൽ മാത്രമേ ഇവർക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുള്ളൂ. ആ പഴയ കാലത്തിലേക്ക്, നീയുള്ള ആ കാലത്തിലേക്ക് ഞങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവമേ അതിനുള്ളൊരു വഴി കാണുന്നു. അതേപോലെ പ്രാർത്ഥിക്കാൻ ദൈവം വഴിയെടുത്തും കാണാനായിട്ട് കാണുന്നു. 2 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ സഭ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വിശ്വാസികൾ എന്ന പേര് മാത്രമേ ഉള്ളൂ, എന്നാൽ വിശ്വാസവും പോയി, എല്ലാം
കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചപ്പോൾ പണവും പ്രതാപവും ഒക്കെ തന്നപ്പോൾ എന്നാലും വിശ്വാസവും പോയി ദൈവം പോയി ദൈവസ്നേഹം പോയി. ഇങ്ങനെയൊന്നും നമുക്ക് പോയാൽ പറ്റത്തില്ല. കർത്താവ് വരാറായി. അതുകൊണ്ട് നമുക്കൊരു ഒരു ഒരു മാനസാന്തരം, ഒരു ചേഞ്ച് നമുക്ക് വേണം. എനിക്ക് തോന്നുന്നത് നമുക്കൊരു മാറ്റം വേണമെന്ന് തന്നെയാണ്. എന്ത് നിങ്ങൾ പറയുന്നു? പള്ളിയല്ല എൻ്റെ സഹോദര മാറ്റം എന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സിനൊരു മാറ്റം, അതായത് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും അറിയാനുള്ള ഒരു മാറ്റം. അതാണ് ഞാൻ ഇന്നത്തെ കാലത്ത് വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ പുരുഷന്മാരെ ശേഷി തിരിച്ചു കാണണം. കമ്മ്യൂണിറ്റി ഇങ്ങനെ പറയുന്നത് എനിക്ക് അറിയാൻ തന്നെ. എന്നാൽ കർത്താവ് നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഒരു ഉപാധി കണ്ടെത്തിയിട്ടില്ല. കർത്താവിനെ ആ പഴയ കാലത്തിലേക്ക് പോയി കാണാനും സത്യം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനുമുള്ള ഒരു ഉപാധി. അതായത് നമ്മുടെ ബ്രദർ സ്റ്റീഫൻ ഒരു ടൈം മെഷീൻ സഭയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റീഫൻ തന്നെ നിങ്ങളെ അത് ഞങ്ങളുടെ ഓൺലൈനിൽ കളിക്കുന്നുള്ള കൈവശമൊന്നും ഈ നാട്ടിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ അന്നൊക്കെ അറിയാൻ വിചാരിച്ചത് സ്റ്റീഫൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സത്യത്തിൽ ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. possible. So it is possible for us to go on it. How is it possible? Let's give it what? Yes, I know it is hard to believe that we also have a believing it will not work. But with God's divine support and intelligence, I was able to make it and it's safe for us to go on from that. Siva, ഒരു കാര്യം പറയാം. ഇതുകൊണ്ട് കാനായിലെ കല്യാണം വേണ്ടി പോകാൻ പറ്റുമോ? ഇതുകൊണ്ട് കാനായിലെ കല്യാണം വേണ്ടി പോകാൻ പറ്റുമോ? അപ്പം ഇതിന്റെ വാക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന സഹോദരങ്ങൾ. So according to the time machine, it's that. ഇത് ടോപ്പ് സീക്രട്ട് ആണ്. ഇത് വെളിയിൽ വിടാൻ പറ്റില്ല. ഓക്കെ, ഇത് സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം തന്നൊരു ദാനമാണ്. അതുകൊണ്ട് ദയവായി Okay guys, so the main thing is that as we built it, God gave me a vision to understand that through this time machine we can go only into the New Testament. We cannot go into any Old Testament timeline. ഞാൻ ഇന്നത്തെ ഏതൊക്കെ പോയാലും കേരളത്തിൽ കൊടുക്കാൻ അപ്പൊ ഈ പാപത്തിന്റെ സ്വീകരിച്ചില്ല. എന്റെ സഹോദര അതൊക്കെ പറയുന്നത് പറഞ്ഞാൽ പഴയ നിയമത്തിലെ കാര്യം പറഞ്ഞല്ലേ. വായിക്കണം. അതും പഴയ നിയമത്തിലായിരുന്നു. എന്ത് ചെയ്യാൻ? Because God gave this vision accordingly to saying that only we can go into the New Testament. If we go into the Old Testament, we will not be able to come back. We will be stuck with it. അതെ അതെ അതെ. So, so this time machine, because it is made to intelligence and God's vision, automatically when you enter into the time machine, the dress and everything exchanges. No one will come to know that you are a traveler, and you can go and come back as soon as possible. ഈ കാനായിലെ കല്യാണത്തിലോട്ട് പോകാൻ പറ്റുമോ? ദൈവം തന്നൊരു ദാനം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വർദ്ധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ദൈവം തന്നത്. അത് വേറൊരു ഉപയോഗിക്കണമെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? To start this time machine, first we have to that basically nothing can be changed in the timeline. We cannot go into the Old Testament, nothing can be changed into the timeline. It is used by divine technology, so the auto process of everything happens. That we will not be known into the future whenever we are a traveler. And along with that, we will be using the Bible as a key chip to use it to work for it. യേശുവിന്റെ കാലത്തിൽ പോകാൻ പറ്റുമോ? യേശുവിന്റെ കാലത്തിൽ പോകാൻ പറ്റുമോ? യേശുവിന്റെ കാര്യം പോകണം. യേശു നോക്കിക്കൊണ്ട് അപ്പൊ ഈ ക്രിസ്തു വരുന്നില്ലല്ലോ. Guys, as I told you, we cannot change anything on the timeline. We can just go visit, see the Lord and
അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന സഭ ഇത് നമ്മുടെ ആത്മീയ വളർച്ചയിലേക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഓക്കെ നിങ്ങൾ രണ്ടുപേരും പോകാൻ റെഡിയാണ് അല്ലേ ബ്രദറെ? അപ്പം ബൈ. Now to the UK, this is the tunnel. You will be getting out to inside this. Okay? This is the door. You can go through this and then you can. ആത്മാവിൽ ദുർബലമായ ഭാഗ്യമാണ് സ്വർഗരാജ്യം പത്തു. എന്റെ ജീവിതം നിങ്ങളെ പഠിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും പ്രാവർത്തികമാക്കി ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യമാണ്. നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്. ഒരു തരത്തിലെ മോഹനമായ ക്രിസ്തുവാണ്. തരം താഴ്ത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തരം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നല്ല വിഷയം, നല്ല കഴിക്കാൻ കിട്ടിയിട്ടുണ്ടോ? ചേട്ടാ നല്ല ഇത് കണ്ടിട്ട് ഒരുപാട് ഇല്ലേ ഇല്ലേ അടിപൊളി. ഇതാണ് ഇവിടെ ഒത്തിരി കളറുണ്ട്. നമുക്ക് പതിയെ ജോലിയൊക്കെ സംഭവം ചോദിക്കാം. ഏതാ അഞ്ചാറ് Jangan
വേറെന്തോ ഭൂമിയായിട്ട് എനിക്ക് കിട്ടണം പറ്റത്തില്ല ഇവിടെ മറ്റേ സഹോദരന്മാരെ, നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവരെ കടന്നു പോയത്. അവിടെ അവർ പല സാക്ഷ്യങ്ങൾ കേട്ടല്ലോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ത്യാഗം നടന്ന സ്ഥലത്തേക്കാണ്. അതെ, കർത്താവ് നമുക്ക് വേണ്ടി ജീവരക്തം ഒരുക്കി തന്ന ആ സ്ഥലത്തേക്ക്. പാപികളും ദോഷികളുമായ നമ്മൾ ശാപമരണം പോകേണ്ട സമയത്ത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു നമ്മളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തു. ആ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ വരുന്നുണ്ടോ എന്ന്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഒരു യഥാർത്ഥ ഒരു മാനസാന്തരം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സത്യം നേരിട്ട് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. ഞാൻ അതെ ആ ഗോൾഗോഥായ നദിയിലേക്കാണ് ഞാൻ പോകുന്നത്. ഒരു സഹോദരന്മാരെ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിച്ചതിനായി നന്ദി നാഥാ. ഇനി പാപമായിട്ടുള്ള ഈ ദുഷിച്ച ആ പാപത്തിന്റെ എല്ലാ അവസരങ്ങളും ഞങ്ങളിവിടെ ഈ കാൽവരി ക്രൂശിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു നാഥാ. ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിന്റെ ആ സ്നേഹത്തിൽ നന്ദി നാഥാ. ദൈവമേ, നിനക്ക് മഹത്വം. നിൻ സ്നേഹം മാധുര്യം നീ
ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവും അവരോട് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ സുപ്രസാദമാണ്, ഇപ്പോൾ അവർ രക്ഷാദിവസം. വള്ളിയോ കത്തി വേണം എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ബംഗാളിൽ പോകാൻ ചേട്ടാ, വേറെ ഗ്രാമീണ ചേട്ടാ, ബംഗാളിലെ ഫ്രണ്ട്സ് ഉണ്ട് ചേട്ടാ. അവര് മാത്രം നീ ഇതിനകത്തെ നമുക്ക് നല്ല കൊട്ടാരത്തിൽ വരണ്ടോ, നല്ല രാജാക്കന്മാരുടെ സ്ഥലം ചേട്ടാ കൊട്ടാരം വേണ്ട ചേട്ടാ, അവിടെ വെറുത്ത് പട്ടാളക്കാരുണ്ട് ചേട്ടാ. രാത്രി തട്ടാറുണ്ട് എന്റെ വീട്ടിൽ നോക്കാം ചേട്ടാ. ഇത് കണ്ടോ, ഇവിടെ 1 രാജാക്കൾ 2 രാജാക്കൾ ചേട്ടാ. ഒത്തിരി സ്വർണ്ണം കിട്ടി ശലോമോന്. അവിടെ പോവാം, ഇത് കഴിഞ്ഞിട്ടേ. പിന്നെ 50-50 ഒന്നുമില്ല, ഒരു അതിന്റെ 20% 70-30.
പഴയ പോകുന്നുണ്ട്. മൃഗങ്ങളോ ബോട്ടോ? എന്റെ ദൈവമേ, നിങ്ങളുടെ നോവയുടെ കാലത്തായിരിക്കട്ടെ തോന്നുന്നു. അയ്യോ. പഴയ കാലത്തിലൂടെ പോവാണ്. ഈ പക്ഷി പുതിയ കാലത്തിന്റെ ബാക്കി ചേട്ടാ നമ്മളിനി എന്താ ചെയ്യും ചേട്ടാ? വല്ല ഐഡിയ ഉണ്ടോ? ഇനി ഒരു 40 ദിവസം മഴയാ. അത് കഴിഞ്ഞിട്ടേ സൂര്യൻ ഉദിക്കത്തുള്ളൂ. എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിലും മടങ്ങി വരാൻ പറ്റത്തുള്ളൂ. ഏ